അത് ഒരു ആഡ് ഫിലിം മേക്കറുടെ എല്ലാ ബ്രില്യൻസും ഉള്ള പാട്ടാണ്. കാരണം സാധാരണ ഈ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന കാര്യങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ കാണുന്നതോടുകൂടി മടുക്കാൻ തുടങ്ങും. ആദ്യം കാണുമ്പോൾ ആ പാട്ടിൻ്റെ പ്രത്യേകത, ആദ്യം കാണുമ്പോൾ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ തവണ കാണുമ്പോൾ ആദ്യത്തെ തവണ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും അതിൽ. മൂന്നാമത്തെ തവണ വീണ്ടും വേറെ കുറേ കാര്യങ്ങൾ അതിൽ കാണാനുണ്ട്. നാലാമത്തെ തവണ കാണുമ്പോഴാണ് നമുക്ക് ഇത് കൊള്ളാലോ എന്ന് ശരിക്കും മുഴുവനായിട്ട് തോന്നുക. അപ്പോൾ അത് ആഡ് ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ടെക്നിക്കാണത്. ഫസ്റ്റ് ഒരു ആഡിന് ഏതെങ്കിലും ഒരു ഘടകമായിരിക്കും ഒരു ആഡിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുക. പിന്നീട് അടുത്ത തവണ കാണുമ്പോൾ ഓരോരോ പുതിയ പോയിൻറ്റ്സ് നിങ്ങൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുന്ന ആഡുകളാണ് ഒരുപാട് തവണ കണ്ടാലും നമുക്ക് മടുക്കാതിരിക്കുക. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ ഫുൾ മനസ്സിലായി, ഫുൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അതേ സ്പീഡിൽ റിജക്റ്റ് ചെയ്യപ്പെടും. അല്ല, ഇത് ജെയിംസിൻ്റെ ത്രെഡാണ്. ജെയിംസ് പറഞ്ഞ കഥയാണ്. ജെയിംസ് ആദ്യം പറയുന്നത് വിവാഹത്തിന് മുമ്പുള്ള ഒരു 6-7 ദിവസങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഒരു പ്രത്യേക നമ്മൾ തമാശക്കല്ല, കാരണവന്മാർ പറയും കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരാഴ്ച മുമ്പും ഒരാഴ്ചയ്ക്ക് ശേഷവും യാത്രകൾ സൂക്ഷിക്കണം. കുഞ്ഞ് ജനിക്കുമ്പോഴും പറയും, കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് പ്രസവത്തിന് മുമ്പ്, ഭാര്യയുടെ പ്രസവത്തിന് മുമ്പ് ഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് ആദ്യത്തെ പ്രസവത്തിന് മുമ്പൊന്നും ഭർത്താക്കന്മാർ അധികം ദൂരത്തേക്കൊന്നും വിടില്ല. യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഒരാളും കൂടി ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അയാളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ രണ്ട് ആളുകൾ തമ്മിൽ, രണ്ട് കുടുംബത്തിലുള്ള രണ്ട് ജീവിത രീതിയിലുള്ള ആളുകൾ തമ്മിൽ ഒരുമിക്കാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പഴയ കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. യാത്രയൊക്കെ സൂക്ഷിക്കണം, വേറൊരാളുടെ സമയം ഈ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സമയമാണ്, രണ്ടൊന്നാവാൻ പോവുകയാണ്. അപ്പോൾ അതിലൊക്കെ യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള കുറേ ദിവസങ്ങൾ സ്വപ്നങ്ങളുടെ ഒരു സമയമാണ്. ചിലപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും ഈ ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്. സ്വപ്ന ലോകത്തിരുന്നിട്ട് അപകടത്തിലൊന്നും ചെന്ന് ചാടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജെയിംസ് പറഞ്ഞത് 7 സുന്ദര രാത്രികളിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ, ആ പാട്ടിൽ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ സ്വപ്നത്തിൻ്റെയും സങ്കല്പങ്ങളുടെയും ഒക്കെ കുറേ ദിവസങ്ങൾ. ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾ, അയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനൊരു കാര്യം ആലോചിക്കുന്നുണ്ടെന്നാണ്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെ ചില എലമെൻറ്റ്സ് ആളുകൾ ആഗ്രഹിക്കും ഈ സിനിമയിലും. അപ്പം സ്റ്റോറി ടെല്ലിങ്ങിൽ എന്തെങ്കിലും ഒരു രസം ഉണ്ടാവണമെന്നുള്ളതും നമുക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു കഥ ഈ പ്ലോട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ജെയിംസിന് പറ്റി. അല്ലല്ല, അശോകേട്ടനൊരു നല്ല ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹ്യൂമറാണ് അശോകേട്ടൻ്റെ. ചില നിഷ്കളങ്കമായ ചില നോട്ടങ്ങളൊക്കെ ഉണ്ട് അശോകേട്ടൻ്റെ. അശോകേട്ടൻ സിനിമയിൽ ഒരു പ്രധാന നടനാവുന്നതിന് മുമ്പ് തന്നെ മിമിക്രിയിൽ സ്റ്റേജിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്കറിയാം. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ദിലീപും അശോകേട്ടനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി മിമിക്രി വീഡിയോ കാസറ്റുകൾ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് അശോകേട്ടൻ എൻ്റെ മിമിക്രി വീഡിയോ കാസറ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അശോകേട്ടൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് അശോകേട്ടൻ സിനിമയിൽ വന്നു. സിനിമയിൽ ഭയങ്കര ബിസിയായി. അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു. എൻ്റെ 2 സിനിമകളിലാണ് ഇതിനു മുമ്പ്, പുള്ളിപ്പുലിക്ക് മുമ്പ് പുള്ളി അഭിനയിച്ചിട്ടുള്ളത്. ഒന്ന് മീശമാധവനും, ഒന്ന് അച്ഛനുറങ്ങാത്ത വീടും. രണ്ടും 2 ജോണറിലുള്ള സിനിമകളായിരുന്നു, 2 തരം കഥാപാത്രങ്ങളുമായിരുന്നു. അപ്പം പിന്നെ ഒരു ഇടവേള വന്നു. ഇതൊന്നും ആരും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതൊന്നുമല്ല. ഇത് ചില സമയത്ത് അങ്ങനെ ആവും. ചിലപ്പോൾ തിരക്കുകളിൽ പെട്ടിട്ട് ഇതായി പോകും. ചിലപ്പോൾ പറ്റിയ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഇടവേള വന്നിട്ടുണ്ടാവാം. അപ്പം അതിൻ്റെ കാരണം എന്താണ്, അതെന്തുകൊണ്ടാണെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതങ്ങനെ സംഭവിക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ അശോകേട്ടനെ എന്നും എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നും അദ്ദേഹത്തിൻ്റെ അഭിനയ രീതികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹ്യൂമറും വേ ഓഫ് പ്രസൻറ്റേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വീണ്ടും ഇപ്പോൾ പുള്ളിപ്പുലിയിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നൊരു കഥാപാത്രം വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു.
ഇപ്പോൾ ഈ സിനിമയിലും എനിക്കാണ് ഏറ്റവും സന്തോഷം. കാരണം ദിലീപും അശോകനും കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ സിനിമയെ കൂടെ ഒരുമിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം. തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയുടെ ഗുണം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ രണ്ടുപേരും ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ ചില നോട്ടങ്ങളിലും ചില ചലനങ്ങളിലൊക്കെ ഉള്ള ചില ഹ്യൂമറുണ്ട്. അത് ഒരിക്കലും സ്ക്രിപ്റ്റിൽ എഴുതാനോ അല്ലെങ്കിൽ അത് ഒരു സംവിധായകന് പറഞ്ഞു കൊടുക്കാനോ പറ്റുന്നതല്ല. ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ചില നർമ്മ സന്ദർഭങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ ഉണ്ടാവും. ഇത് ഞാൻ 15 വർഷമായി സംവിധായകനായിട്ട്. 1998 എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ ആ കാലം തൊട്ട് 98 സിനിമ, 99 സിനിമ, 2000 സിനിമയില്ല, 2001 സിനിമ, അങ്ങനെ വന്ന് എല്ലാ വർഷവും ഓരോ സിനിമകൾ. അതിനിടയിൽ 2006 2 സിനിമ ഉണ്ടായത്. അച്ഛനുറങ്ങാത്ത വീടും മറ്റേ ചാന്തുപൊട്ടുമൊക്കെ ഒരു വർഷമായിരുന്നു വന്നത്. അങ്ങനെ ഒരു വർഷം മറ്റേ 2 പടം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ വർഷവും ഓരോ സിനിമ ചെയ്തിട്ടുള്ളൂ. 2011 സിനിമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പടം ചെയ്യാതിരുന്ന വർഷങ്ങളിൽ, 2011 സിനിമ വരാതിരുന്ന വർഷം, ആ വർഷങ്ങളിലൊക്കെ പല കഥകളും കേട്ടിരുന്നു. പല റൈറ്റേഴ്സുമായിട്ട് കഥകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലെനിക്ക് ഇഷ്ടം തോന്നിയ കഥകൾ ഞാൻ അവരോട് അതെനിക്ക് വേണ്ടി മാറ്റി വയ്ക്കണം, നമുക്ക് പാരലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു. അവരൊക്കെ അതിന് വില്ലിങ്ങായി. അപ്പോൾ ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സിനിമയുടെ ഇടവേളകളിലെല്ലാം ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു 5-6 കഥകൾ പാരലായിട്ട് തയ്യാറായി, സ്ക്രിപ്റ്റുകൾ റെഡിയായി. അങ്ങനെ വന്നപ്പോൾ അതിന് ആ തിരക്കഥകൾക്ക് പറ്റിയ നടന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു. അവരെല്ലാം കൃത്യമായ ഇടവേളകളിൽ ഡേറ്റുകൾ തന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇപ്പം 3 സിനിമയല്ല 6 സിനിമ തുടർച്ചയായിട്ടാണ് ചെയ്യുന്നത്. കാരണം 2012 ഡയമണ്ട് നെക്ലസ് തൊട്ടിട്ട് 2012 ആദ്യം സ്പാനിഷ് മസാല വന്നു, ഡയമണ്ട് നെക്ലസ് അയാളും ഞാനും തമ്മിൽ. അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഇമാനുവൽ വന്നു, പുള്ളിപ്പുലി വന്നു, ഇപ്പോൾ 7 സുന്ദര രാത്രികൾ വന്നു. അടുത്ത വർഷം കൂടി ഇങ്ങനെ തന്നെ പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും വർഷത്തിലൊരു സിനിമ എന്നുള്ള നിലയിലേക്ക് മാറും. ഏറ്റവും ഒരു സംവിധായകൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് വലിയ റോളുണ്ട്. അയാളോടൊപ്പം സഹകരിക്കുന്ന ടെക്നീഷ്യൻസ് ഈ വ്യത്യസ്തത ഉണ്ടാക്കുന്നതിൽ അയാളെ സഹായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കഥയ്ക്കനുസരിച്ച് ഒരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ ആ കഥയ്ക്കനുസരിച്ചിട്ടുള്ള പശ്ചാത്തലം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യേണ്ട സിനിമ ഏതാണെന്ന് തീരുമാനിക്കുന്നതിൽ പോലും ഈ കഥാപരമായിട്ടുള്ള വ്യത്യാസവും പശ്ചാത്തലത്തിൻ്റെ വ്യത്യാസമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യും. പിന്നെ ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ ആ കഥയുടെ ഫോട്ടോഗ്രാഫിയുടെ ഒരു സ്റ്റൈൽ എങ്ങനെ വേണമെന്ന് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. ആ സ്റ്റൈലിൽ ഏറ്റവും നന്നായിട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ആളാരാണെന്ന് നോക്കുകയും അയാൾ അപ്രോച്ച് ചെയ്യും. മ്യൂസിക് ചെയ്യുമ്പോൾ ആ കഥയ്ക്ക് ആവശ്യമായ സ്റ്റൈലിൽ മ്യൂസിക് ചെയ്യാവുന്ന ആളെ കണ്ടെത്താനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും ഒരു ഘടകമാണ് ഈ ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നതിൽ. ഇതിൽ സഹകരിക്കുന്ന ആളുകളുടെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഒരു ഘടകമാണ്.